അവന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അവന്റെ ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കും. അത് ആരോഗ്യപൂർണ്ണമാവണമെങ്കിൽ അവന് ഭക്ഷണം കഴിക്കണം. ഇത്യാദി ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അവന് തൊഴിൽ വേണം. ആ തൊഴിലുണ്ടായാലേ വരുമാനത്തിന് പല മാർഗവുമുണ്ട്. മോഷണം ഒരു മാർഗമാണ്. മോഷണം ലോകത്ത് നിയമവിധേയമുണ്ട്, നിയമമില്ലാതെയുണ്ട്. നിയമവിധേയമായ മോഷണമാണ് കൂടുതൽ നടക്കുന്നത്. അത് അധികാരി വർഗങ്ങൾ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിയമവിധേയമല്ലാത്ത മോഷണം നടത്തുവാൻ ഭൂരിഭാഗം പറഞ്ഞാൽ നായ്ക്കൂട് ചൂണ്ടിക്കാണിക്കുന്ന ജനവിഭാഗത്തിന് അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് അവനെ ജീവിക്കണമെങ്കിൽ അവന് തൊഴിൽ വേണം, അതിനുള്ള സാഹചര്യം വേണം. എന്ന് പറഞ്ഞാൽ തൊഴിലവകാശം മനുഷ്യന്റെ മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം വളരെ സ്പഷ്ടമായി അദ്ദേഹത്തിന്റെ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ്. പണമില്ലാത്തവൻ ജീവിക്കേണ്ട, നീ ജീവിക്കാൻ അർഹനല്ല. അങ്ങനെ നിഷ്ഠൂരമായ ഒരു കാഴ്ചപ്പാടിന്റെ വളർച്ച ചൂണ്ടിക്കാണിക്കും. മറ്റൊന്ന്, നമ്മുടെ സംസ്കാരം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ഭൂമി, മണ്ണ്, പ്രകൃതി, ഇതിനുമായുള്ള എല്ലാവിധ ബന്ധങ്ങളുടെയും വേറെ വെക്കുന്ന രീതിയിലുള്ള വളർച്ച ഇതിന്റെ ഭാഗമായി ഈ ജനവിഭാഗം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ നോവലിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ സാർവദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയം, ലോകമാകെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം കുഴിയന്തറ എന്നൊരു ഗ്രാമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഈവട്ടത്തിൽ, അതിന്റെ താവട്ടത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ടാണ് ചിന്തിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ അതിലൂടെ വരുന്ന പല കഥാപാത്രങ്ങളും നമ്മളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നവരാണ്.